ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് മീസോമെറിക് ഇഫക്റ്റ് അല്ലെങ്കിൽ റെസൊണൻസ് ഇഫക്റ്റ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമേ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. ഡെഫിനിഷൻ ഇത്തിരി വലുതായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അത് പറഞ്ഞു തരാം. ദ പ്രസൻസ് ഓഫ് സെർട്ടൻ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസസ് റെസൊണൻസ് ഓർ മീസോമെറിസം ഇൻ സെർട്ടൻ മോളിക്യൂൾ, thereby causing generation of center of low or high electron density in such a system through delocalization of pi or n electrons. Such an electron displacement effect caused by the phenomenon of resonance or mesomerism in a molecule is called resonance effect, represented by capital R, or mesomeric effect, represented by capital M. അപ്പോൾ അതിനകത്ത് പറഞ്ഞതിൻ്റെ ഇൻട്രൊഡ്യൂസ് എ റെസൊണൻസ് ഓർ മീസോമേഴ്സ്. ചില ഗ്രൂപ്പുകൾ പ്രസൻസ് ഓഫ് സെർട്ടൻ ഗ്രൂപ്പ്സ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസസ് റെസൊണൻസ് ഓർ മീസോമേഴ്സം ഇൻ സെർട്ടൻ മോളിക്യൂൾ. ചില ഗ്രൂപ്പുകൾ ചില മോളിക്യൂൾസിനകത്ത് ഒരു റെസൊണൻസ് അല്ലെങ്കിൽ മീസോമേഴ്സം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. റെസൊണൻസ് ഏറ്റവും സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +1 +2 ബെൻസീനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബെൻസീനകത്ത് റെസൊണൻസ് സ്ട്രക്ചറൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ബെൻസീൻ്റെ അകത്തുള്ള റെസൊണൻസ് സ്ട്രക്ചർ? ബെൻസീൻ മോളിക്യൂൾ നമ്മൾ വരയ്ക്കണമെങ്കിൽ ഒരു 6 മെമ്പേർഡ് റിങ്, ആ ബെൻസീൻ റിങ്ങിനകത്ത് ഒരു ഓൾട്ടർനേറ്റ് പൊസിഷനകത്ത് ഡബിൾ ബോണ്ട്, നമ്മളതിനെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നു. പൊസിഷൻസ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു ഇതുകൊണ്ട് ദെൻ ഇതിൻ്റെ ഇക്വലൻസ് ആയിട്ട് ഈ രണ്ട് സ്ട്രക്ചറിന് ഇക്വലൻസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഇങ്ങനെ ഒരു ഡോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിന് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ഡബിൾ ബോണ്ട് അല്ല, ഓരോ കാർബണിനകത്തും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. ബെൻസീൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ബെൻസീൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത്, ഇങ്ങനെയാണ് ബെൻസീൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറിനകത്ത് ഈ ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ് കാർബണും 6th കാർബണായിട്ട് രണ്ട് ഹൈഡ്രജന് ഓരോ വാലൻസി യൂസ് ചെയ്യുന്നു. ദെൻ ഒരു വാലൻസി അത് ഹൈഡ്രജൻ ഉണ്ടാവും. ഹൈഡ്രജൻ അവിടെ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എൻ്റെ അർത്ഥം ഒരു വാലൻസി ഹൈഡ്രജൻ, കാരണം ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല C6H6 ആണ്. അപ്പോൾ ഓരോ കാർബണിൽ ഓരോ ഹൈഡ്രജൻ ഇതുപോലെ ഉണ്ടാകും. ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ ഓരോ കാർബൺ ആറ്റം, ഫസ്റ്റ് കാർബൺ എടുക്കണമെങ്കിൽ സെക്കൻഡ് കാർബണായിട്ട് അതിൻ്റെ ഒരു വാലൻസി, 6th കാർബണായിട്ട് അതിൻ്റെ ഒരു വാലൻസി, ദെൻ റിമൈനിങ് ഹൈഡ്രജൻ ആയിട്ട് ഒരു വാലൻസി, അങ്ങനെ മൂന്ന് വാലൻസി യൂസ് ചെയ്യും. നാലാമത്തെ വാലൻസി ബ്ലാങ്ക് ആയിട്ട് അൺഫിൽഡ് ആയിട്ട് നിൽക്കണതാണ്. അതുപോലെ എല്ലാ കാർബൺ ആറ്റത്തിനകത്തും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒരു സി അല്ലെങ്കിൽ ഒരു ക്ലൗഡ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു, റെപ്രസെൻറ്റേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ കാർബൺ ആറ്റം രണ്ടാമത്തെ കാർബൺ ആറ്റം തമ്മിൽ ഇലക്ട്രോണുകളെ പങ്കുവെച്ചതായിട്ട് കാണിക്കുന്നു. പിന്നെ 3ഉം 4ഉം തമ്മിൽ ഇലക്ട്രോണിനെ പങ്കുവെച്ചായിട്ട് കാണിക്കുന്നു. പിന്നെ 5ഉം 6ഉം തമ്മിൽ, അതാണ് ഈ ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ. ഇനി അങ്ങനെ തന്നെ വേണമെന്നില്ല, 1ഉം 6ഉം ആകാം, ഇങ്ങനെയാകാം. 1ഉം 6ഉം തമ്മിൽ പങ്കുവയ്ക്കാം, 4ഉം 5ഉം പങ്കുവയ്ക്കാം, 2ഉം 3ഉം പങ്കുവയ്ക്കാം. അതാണ് ഈ കാണിക്കുന്നത്. 2ഉം 3ഉം 4ഉം 5ഉം 1ഉം 6ഉം ആയിട്ടുള്ള പങ്കുവയ്ക്കൽ. അപ്പോൾ ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് വന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഇലക്ട്രോൺസ് അവിടെ ഒരിടത്തല്ല, എല്ലായിടത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനാണ് നമ്മൾ ഡീലോക്കലൈസേഷൻ എന്നാണ്. ഈ ഒരു എഫക്റ്റിനാണ് റെസൊണൻസ് എഫക്റ്റ് എന്നാണ്, അല്ലെങ്കിൽ മീസോമെറിക് എഫക്റ്റ് എന്ന് സിമ്പിളായിട്ടാണ് പറയാം. പൈ ഇലക്ട്രോൺസ് തമ്മിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല. ഇത് നമ്മൾ അടുത്ത യൂണിറ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കും. ഇതൊരു ആരോമാറ്റിക് കോമ്പൗണ്ടാണ്, ഡബിൾ ബോണ്ട് അല്ല. അവിടെയുള്ള ഇലക്ട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കുന്നത്. ഇതാണ് ശരിക്കും ആക്റ്റീവ് സ്ട്രക്ചറിനകത്ത് ഡബിൾ ബോണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അവിടെ ഒരു ഡബിൾ ബോണ്ട് ഇല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, സെർട്ടൻ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസസ് റെസൊണൻസ് ഓർ മീസോമെറിസം ഇൻ സെർട്ടൻ മോളിക്യൂൾ, thereby causing generation of center of low or high electron density in such a system. ആ സിസ്റ്റത്തിനകത്ത് അങ്ങനെ റെസൊണൻസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹൈ പോസിറ്റീവ് അല്ലെങ്കിൽ ലോ ഓർ ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി എക്സിബിറ്റ് ചെയ്യുന്നു. അത് ഒരു എക്സാമ്പിൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കാണിച്ചു തരാം. ത്രൂ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഓർ എൻ ഇലക്ട്രോൺ. പൈ അല്ലെങ്കിൽ എൻ ഇലക്ട്രോൺ. പൈ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിനകത്തുള്ള ഇലക്ട്രോൺ, എൻ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ പൈ ഇലക്ട്രോൺസുകൾ തമ്മിലാകാം, അല്ലെങ്കിൽ പൈ ഇലക്ട്രോൺ എൻ ഇലക്ട്രോൺ തമ്മിലാകാം. അങ്ങനെയുള്ള ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റാണ്. സച്ച് ആൻ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് കോസ്ഡ് ബൈ ഫിനോമിന റെസൊണൻസ് ഓർ മീസോമെറിസം ഈസ് കോൾഡ് റെസൊണൻസ് ഇഫക്റ്റ് ഓർ മീസോമെറിക് ഇഫക്റ്റ്.
അപ്പോൾ ആക്ച്വലി രണ്ടും സെയിം ആണ്, പക്ഷേ നാരോ മൈൻഡിൽ എടുക്കണേ നമുക്കിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു നാരോ മൈൻഡിൽ എടുക്കണതിനേക്കാളും മെസോമെറിക് ഇഫക്റ്റ് റെസൊണൻസ് ഇഫക്റ്റിന് കുറച്ച് വേരിയേഷൻ ഉണ്ട്. ബ്രോഡ് സെൻസിൽ നമ്മൾ രണ്ടും സെയിം കൺസെപ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി എഫക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇതിനെ പറയുന്നത് ഇറ്റ് ഇസ് എ പെർമനൻറ്റ് ഇഫക്റ്റ് ആണ്, പെർമനൻറ്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, പെർമനൻറ്റ് പോളറൈസേഷൻ, ചാർജ് സെപ്പറേഷൻ പെർമനൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു പൈ ബോണ്ട്സ് ഇൻ എ കോൺജുഗേറ്റഡ് സിസ്റ്റം ഓർ ബിറ്റ്വീൻ എ പൈ ബോണ്ട് ആൻഡ് എൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. രണ്ട് പൈ ബോണ്ടുകൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു പൈ ബോണ്ടും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരണം. അപ്പോൾ ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇങ്ങനെയുള്ള ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ ഇസഡ് സി ഡബിൾ ബോണ്ട് സി. അപ്പോൾ ഈ ഇസഡിനകത്തൊരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ട്രക്ചർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇസഡ് ബിക്കം ഡബിൾ ബോണ്ട് വിത്ത് സി, സി ബിക്കം ഒരു മൈനസ് ചാർജ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ നിങ്ങളുടെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാണ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നത്. ഇതാണ് ലോ ആൻഡ് ഹൈ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായി, ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായി. ഇനി വേറെ കോൺജുഗേറ്റഡ് സിസ്റ്റം സി, ഇങ്ങനെ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ CH2 CH CH CH2 ഈ പൈ ഇലക്ട്രോൺസ് വേണമെങ്കിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞത് CH2 CH ഡബിൾ ബോണ്ട് CH CH2. ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു പുതിയ ഡബിൾ ബോണ്ട് വന്നു. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇത് കാർബണിലേക്ക് പോയത്. അപ്പോൾ കാർബണിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും, പെയർ ഓഫ് ഇലക്ട്രോൺ. ഈ കാർബണിൻ്റെ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഈ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. ഇതാണ് ഇവിടെ ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്, ഇവിടെ ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ബിറ്റ്വീൻ ടു പൈ ബോണ്ട്സ്, ഇവിടെ ആണെങ്കിൽ ഒരു പൈ ബോണ്ടും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഇതിനെയാണ് മെസോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പെർമനൻറ്റ് ഇഫക്റ്റ് ആയിരിക്കും, പെർമനൻറ്റ് പോളറൈസേഷൻ ആയിരിക്കും, രണ്ട് പൈ ബോണ്ടുകൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു പൈ ബോണ്ട് എൻ ബോണ്ടും തമ്മിലൊക്കെ ആയിരിക്കും ഇൻട്രാക്ഷൻ നടക്കുന്നത്. ദെൻ അപ്പോൾ ഇവിടെയും നമ്മൾ പറഞ്ഞ സെർട്ടൻ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ചില ഗ്രൂപ്പുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അനുസരിച്ച് നമ്മൾ അതിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പഠിച്ച പോലെ തന്നെ മെസോമെറിക് ഇഫക്റ്റ് പഠിച്ച പോലെ തന്നെ റെസൊണൻസ് ഇഫക്റ്റും രണ്ട് ടൈപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് -R അല്ലെങ്കിൽ -M ഇഫക്റ്റ്. നമ്മൾ -I ഇഫക്റ്റ് പറഞ്ഞ പോലെ സെയിം ആണ്. -R അല്ലെങ്കിൽ -M. -I ഇഫക്റ്റ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണുകളെ വലിച്ചെടുക്കുന്ന സ്വഭാവമാണ്. അതേപോലെ തന്നെ -R ഗ്രൂപ്പും അല്ലെങ്കിൽ -M ഗ്രൂപ്പുകൾ നോർമലി മറ്റൊരു സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ അതിനകത്തേക്ക് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഗ്രൂപ്പ് ലൈക്ക് കാർബണേ ഗ്രൂപ്പ്, CO ഗ്രൂപ്പ്, നൈട്രോ ഗ്രൂപ്പ്, CN ഗ്രൂപ്പ്, COH ഗ്രൂപ്പ്, COR ഗ്രൂപ്പ്, SO3H ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പുകളൊക്കെ ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റമായിട്ട്, ഒരു മൾട്ടിപ്പിൾ ബോണ്ടിനായിട്ടുള്ള സിസ്റ്റമായിട്ട്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടുള്ള ഒരു സിസ്റ്റമായിട്ട് കോൺജുഗേഷൻ വരികയാണെങ്കിൽ, കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ അടുത്ത പൊസിഷനിൽ വരികയാണെങ്കിൽ, കോൺജുഗേറ്റം വരികയാണെങ്കിൽ ആ മൾട്ടിപ്പിൾ ബോണ്ടിനകത്തുള്ള ഇലക്ട്രോണും ഈ റിങ് വലിച്ചെടുക്കുന്നു. ഈ ഇഫക്റ്റിനെയാണ് -R ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി, ഇതാണ് CHO ആൾഡിഹൈഡ് ഗ്രൂപ്പാണ്. CHO ഈ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഒരു ഡബിൾ ബോണ്ടായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് പൊസിഷനാണ്. ഇവിടെ ഡബിൾ ബോണ്ട്, പിന്നെ അത് കഴിഞ്ഞൊരു സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട്. അതാണ് ഓൾട്ടർനേറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റ് പൊസിഷനാണ്. പക്ഷേ ഈ ഡബിൾ ബോണ്ട് എവിടെ നിന്ന്? CHO ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ്. അതൊരു മൾട്ടിപ്പിൾ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ CHO ഗ്രൂപ്പിനകത്തുള്ള ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും തൊട്ടടുത്തുള്ള പെയർ ഓഫ് ഇലക്ട്രോൺ അടുത്ത കാർബണിനകത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് CH3C ഈ പൈ ഇലക്ട്രോൺസ് ഈ കാർബണിനകത്തേക്ക് അല്ലെങ്കിൽ CC ബോണ്ടിനകത്തേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പുതിയ ബോണ്ട് വന്നു. ഈ ഓക്സിജൻ, ഈ CO ഡബിൾ ബോണ്ട് ഓക്സിജനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം പറയുമ്പോൾ ഓക്സിജന് അഡീഷണൽ ആയിട്ടൊരു പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന്. ആ പെയർ ഓഫ് ഇലക്ട്രോൺസിന് റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് കുത്ത് വിത്ത് നെഗറ്റീവ് ചാർജാണ്, ഒരു മൈനസ് ചാർജാണ് കാണിക്കുന്നത്. ചിലയിടത്ത് മൈനസ് ചാർജ് മാത്രമേ കാണിക്കുള്ളൂ, കുത്ത് കാണിക്കില്ല. ഓരോ രീതിയിൽ അങ്ങനെയാണ്. ഇനി ആ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്ന കാർബൺ എന്തെന്ന് C ഡബിൾ ബോണ്ട് CHനകത്തുള്ള സെക്കൻഡ് കാർബണിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ഒരു പോസിറ്റീവ് ചാർജും കിട്ടി. ഇനി അതുപോലെ തന്നെ CN ഗ്രൂപ്പ്, സൈനോ ഗ്രൂപ്പ്, ഈ സൈനോ ഗ്രൂപ്പിനകത്ത് CN ട്രിപ്പിൾ ബോണ്ട് N. ഇപ്പോൾ എന്തെന്ന് C ട്രിപ്പിൾ ബോണ്ടിനകത്ത് N-നകത്തുള്ള നൈട്രജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ ഈ CN ഗ്രൂപ്പ് ഒരു CH2 ഗ്രൂപ്പായിട്ട് ഡബിൾ ബോണ്ട് മൾട്ടിപ്പിൾ ബോണ്ടായിട്ട് കോൺജുഗേഷൻ വന്നേക്കണതാണ്. ഈ കോൺജുഗേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട്
കോഞ്ചുഗേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നൈട്രജൻ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. കാരണം ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ദെൻ ഈ CHഉം CNഉം നമ്മളൊരു പുതിയ ഡബിൾ ബോണ്ട് വരുന്നു. ഈ കാർബണിന് അതിൻ്റെ ഇലക്ട്രോണിന് ഈ CH2 കാർബണിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന CH2 പ്ലസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ CHO ഗ്രൂപ്പ് CN ഗ്രൂപ്പൊക്കെ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യണം ടുവേഴ്സ് ഇറ്റ്, അതിനകത്തേക്ക് ആ ഗ്രൂപ്പ് വിഡ്രോ ചെയ്യണം. അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് -M അല്ലെങ്കിൽ -R ഇഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് ഗ്രൂപ്പിന് -M ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോൺ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണുകളെ കൊടുക്കുന്നു. നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ ഇലക്ട്രോണെ വിഡ്രോ ചെയ്യുന്നു. സെയിം എഫക്റ്റ് തന്നെയാണ് മീസോമെറിക് ഇഫക്റ്റിനകത്തും. ഇലക്ട്രോണുകളെ വലിച്ചെടുക്കുന്ന ആൾ നെഗറ്റീവും കൊടുക്കുന്ന ആൾ പോസിറ്റീവാണ്. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആണ് അത് നേരെ റിവേഴ്സിലാണ് പറയുന്നത്. അവിടെ അങ്ങോട്ട് ടുവേഴ്സ് ദി അറ്റാക്കിംഗ് റിയേജൻ്റ് ആണെങ്കിൽ പോസിറ്റീവ്, എവേ ഫ്രം ദി അറ്റാക്കിംഗ് റിയേജൻ്റ് നെഗറ്റീവ് ആണ്. ഇനി അടുത്ത ടൈപ്പാണ് +R ഓർ +M ഇഫക്റ്റ്. അപ്പം ഗ്രൂപ്പ് ലൈക്ക് OH, OR എന്ന് പറഞ്ഞാൽ ആൽക്കോക്സി ഗ്രൂപ്പ്, SR തൈനൈൽ ഗ്രൂപ്പ്, NH2, NHR, NR2, ഹാലജൻസ്. ഇതിനകത്തൊക്കെ എന്താ, ഓക്സിജനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജനകത്ത് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. സൾഫർ ഓക്സിജൻ്റെ താഴെ വന്ന ഒരു ഗ്രൂപ്പാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. നൈട്രജൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അമിനോ ഗ്രൂപ്പിൻ്റെ ഡെറിവേറ്റീവ് ആണ് NHR2, NR2. ദെൻ ഹാലജൻസ്, ഇതൊക്കെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു, വിത്ത് 1 or more ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്തെങ്കിലും ഒരു അൺസാച്ചുറേറ്റഡ് ഒരു മൾട്ടിപ്പിൾ ബോണ്ടായിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്ന മൾട്ടിപ്പിൾ ബോണ്ടിനകത്തേക്ക് ഇലക്ട്രോണുകളെ കൊടുക്കുന്നു. The resonance into play by resonance by releasing electron in the direction of multiple ബോണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു. മറ്റിടത്ത് എന്തായിരുന്നു, ആ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു, ആ ഗ്രൂപ്പിൻ്റെ ഡയറക്ഷനകത്തേക്ക് മൾട്ടിപ്പിൾ ബോണ്ടിൽ നിന്ന് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്തിരുന്നു. ഈ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ ഡയറക്ഷനകത്തേക്ക് ഇലക്ട്രോൺ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്ന ഗ്രൂപ്പുകളാണ് +R ഗ്രൂപ്പ് അല്ലെങ്കിൽ +M ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പുകളിൽ ഉണ്ടാകുന്ന എഫക്റ്റിനെയാണ് പോസിറ്റീവ് റെസൊണൻസ് ഇഫക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് മീസോമെറിക് ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇപ്പോൾ ഒരു വിനയൽ ക്ലോറൈഡ് എടുക്കണേ, വിനയൽ ക്ലോറൈഡിനകത്ത് എന്ത് സംഭവിക്കുന്നു, Cl ഗ്രൂപ്പ് ഇലക്ട്രോണിന് ഇങ്ങോട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് CH2-നകത്തുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ CH2-ൻ്റെ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ CH2-ന് ഒരു നെഗറ്റീവ് ചാർജും ക്ലോറിൻ അതിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ട് ഒരു ഡബിൾ ബോണ്ട് മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ലോ ഓർ ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നാണ് ഡെഫിനിഷനകത്ത് പറയുന്നത്. ജനറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് ലോ ഓർ ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ ഇവിടെയും ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവ് ഇവിടെയും എന്ന് പറയുന്നത്. ഇനി വേറൊരു ഗ്രൂപ്പ് നമ്മൾ OR ഗ്രൂപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് OCH3 മിത്തോക്സി ഗ്രൂപ്പ്. ഈ മിത്തോക്സി ഗ്രൂപ്പ് ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ CH2-ന് ഒരു മൈനസ് കിട്ടുന്നു. ഓക്സിജൻ കാർബണിൻ്റെ ഒരു പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഓക്സിജൻ്റെ പെയർ ഓഫ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ഓക്സിജന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഇതിനെയാണ് പോസിറ്റീവ് മീസോമെറിക് ഇഫക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് റെസൊണൻസ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പുകളെ +R -R ഗ്രൂപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഫക്റ്റ് ഒന്നും കൂടി പറയണതാണ്. ഇറ്റ്സ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ആണ്. ഫിനോമിന എങ്ങനെ ഉണ്ടാകുന്ന കോസ്ഡ് ബൈ ദി ഫിനോമിന ഓഫ് റെസൊണൻസ് ഓർ മീസോമെറിസമിൻ്റെ മോളിക്യൂളിനകത്തുള്ള റെസൊണൻസും മീസോമെറിസം മൂലമാണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം, ദർ ഇസ് എ മൾട്ടിപ്പിൾ ബോണ്ട് ഓർ കോഞ്ചുഗേറ്റഡ് സിസ്റ്റം വേണം. ആ സിസ്റ്റം ഡബിൾ ബോണ്ടുള്ള സിസ്റ്റത്തിനകത്ത് നടക്കുകയുള്ളൂ. ദെൻ ഡീലോക്കലൈസേഷൻ പൈ ഓർ എൻ ഇലക്ട്രോൺ കോസിങ് ജനറേഷൻ സെൻറ്റർ ലോ ഓർ ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ എ മോളിക്യൂൾ. കംപ്ലീറ്റ് ചാർജ് സെപ്പറേഷൻ ഇല്ലെങ്കിലും അവിടെ ഹൈ ആൻഡ് ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ആൻഡ് മേ ട്രാൻസ്മിറ്റർ ഓവർ ലോങ് ഡിസ്റ്റൻസ് റിക്വയർഡ് ഇഫ് സാറ്റിസ്ഫൈഡ്. ഇത് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണമെങ്കിൽ ആ എല്ലാ സിസ്റ്റത്തിനകത്തും അത് നടക്കുന്നു. അവിടെ ഡിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണെങ്കിൽ ആ ഡിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇതൊന്നും നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യണമെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താ പറയുന്നത് സിഗ്മ ബോണ്ടിൽ നടക്കുന്നതാണ്, മറ്റേത് പൈ ബോണ്ടിൽ കൂടി നടക്കുന്നതാണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഷോർട്ട് ഡ്യൂറേഷനാണ്, 2 or 3 കാർബൺ ആറ്റമുള്ളൂ. അതേസമയം മറ്റേത് ഡബിൾ ബോണ്ട് ചെയ്യുന്നില്ല. ഇൻഡക്റ്റീവ് ഇഫക്റ്റിനകത്ത് കംപ്ലീറ്റ് പോളറൈസേഷൻ ഇല്ല, ഒരു പാർഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ പോളറൈസേഷൻ നടക്കുന്നതിന് പകരം ലോ ആൻഡ് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഏകദേശം ഇപ്പോൾ തമ്മിലുള്ളൊരു കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി കമ്പാരിസൺ നോക്കി. ഇനി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ നോക്കാം. ആപ്ലിക്കേഷൻ ലെവൽ നിങ്ങൾക്ക് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ബെൻസീൻ, അതുപോലെ തന്നെ നൈട്രോ ബെൻസീൻ ആൻഡ് അനിലിൻ. അപ്പോൾ നൈട്രോ ബെൻസീനും അനിലിനും ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ബെൻസീൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബെൻസീൻ്റെ സ്ട്രക്ചർ ഇതാണ്, ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ബെൻസീൻ
അപ്പോൾ ബെൻസിൻ ഞാൻ നേരത്തെ കാണിച്ചു, ഓരോ കാർബണിനകത്ത് ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി ഓരോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇലക്ട്രോണുകളുടെ ഒരു ക്ലൗഡാണ്, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് സിസ്റ്റം ആയതുകൊണ്ട് അവിടേക്ക് ആരെന്ന് അറ്റാക്ക് ചെയ്യുന്നു? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് ഇലക്ട്രോഫൈലുകൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇലക്ട്രോഫൈലുകൾ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റാണ് മെയിനായിട്ട് വരുന്നത്. അഡീഷൻ പ്രോഡക്റ്റ് കുറവാണ്, ഇല്ലെന്നില്ല. ഇനി നമ്മൾ ബെൻസീന് പകരം വേറൊരു കോമ്പൗണ്ട് എടുക്കുന്നു. ആ കോമ്പൗണ്ടിനകത്ത് എന്താണ് നൈട്രോ ഗ്രൂപ്പാണ് ഞാൻ കൊടുക്കുന്നത്. നൈട്രോ ഗ്രൂപ്പ് N ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O, നൈട്രോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഇപ്പോൾ നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നൈട്രോ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ഗ്രൂപ്പാണ് നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നൈട്രോ ഗ്രൂപ്പിനകത്ത് ഈ ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇത് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുമ്പോഴേക്കും തൊട്ടടുത്തുള്ള പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിലൊരു റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടാകുന്നു. അത് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. റെസൊനേറ്റീവ് സ്ട്രക്ചർ കൂടുന്നതനുസരിച്ച് ആ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നു എന്നുള്ളൊരു ഇത് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പെയർ ഓഫ് ഇലക്ട്രോണിനൊന്നും ചേഞ്ച് ഇല്ല, ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ചേഞ്ച് ഇല്ല. ഈ പെയർ ഓഫ് ഇലക്ട്രോൺ, ഇവിടെ ഉണ്ടായിരുന്ന പെയർ ഓഫ് ഇലക്ട്രോണിൽ നിന്ന് ഈ നൈട്രജനകത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ എന്ത് വെച്ചാൽ ഒരു ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ ഈ കാർബൺ, ഇവിടെ ഉണ്ടായിരുന്ന കാർബണിനകത്തുള്ള ഇലക്ട്രോൺസാണ്, ഈ കാർബൺ ഇലക്ട്രോൺസാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ഈ പെയർ ഓഫ് ഇലക്ട്രോൺസാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ കാർബണിലെ പെയർ ഓഫ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട അതിൻ്റെ ഭാഗമായിട്ട് അതിനെന്ത് കിട്ടുന്ന ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അവിടെ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല, അത് ഞാൻ അവിടെ ഉണ്ടെന്നുള്ളത് കാണിക്കാനത്. ഇവിടെയാണ് ഒരു ഇലക്ട്രോൺ പെയറല്ല, ഒരു ഇലക്ട്രോണും ഈ ഒരു ഇലക്ട്രോണും ഉണ്ടായത്. ഈ ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് വന്നു, ആരിലേക്ക്? ഈ കാർബൺ നൈട്രജൻ ബോണ്ടിലേക്ക് വന്നു. അപ്പോൾ ഈ കാർബണിന് അതിനുണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അതുമായിട്ട് അതിന് പോസിറ്റീവ് ചാർജ്. ദെൻ ഇവിടെ എക്സസ് ആയിട്ട് ഒരു ഇലക്ട്രോണിന് കിട്ടി, അപ്പോൾ O മൈനസ് ആയിട്ട് മാറി, ദെൻ O ആയിട്ട് നിൽക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ബോണ്ടാണ്. ഈ കോർഡിനേഷൻ ബോണ്ട് പ്രകാരം ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഈ നൈട്രജൻ ലോൺ പെയറിൻ്റെ കോർഡിനേഷൻ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ്, ഒരു ഡൗട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, കോർഡിനേറ്റ് ബോണ്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിന് ഈക്വൽ ടു ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, N ഡബിൾ ബോണ്ട് O മൈനസ് എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക. കാരണം നൈട്രജൻ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓക്സിജനകത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ തമ്മിൽ ബോണ്ട് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ആ ബോണ്ട് ഉണ്ടാകുന്നതിനകത്ത് നൈട്രജൻ്റെ ഒരു ലോൺ പെയറാണ്, മൊത്തം ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് ബോണ്ട് പെയർ ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്സിജൻ കിട്ടി, ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്, ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിത് കാണിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് O നെഗറ്റീവ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, O നെഗറ്റീവ്. അപ്പോൾ രണ്ടിടത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഏത് ഓക്സിജൻ വേണമെങ്കിലും തിരിച്ച് കൊടുത്തിട്ട് ഇത് ഇങ്ങോട്ട് തിരിച്ച് റിവേഴ്സ് പോകാം. അപ്പോൾ നമ്മൾ കൊടുത്തത് തന്നെ എടുക്കുക, ഇത് ഇങ്ങോട്ട് പോകുന്നു, ഇത് എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത് ഇത് ഇങ്ങോട്ട് പോയി സെയിം സ്ട്രക്ചർ, ഇത് ഇങ്ങോട്ട് വരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നതിന് ഭാഗമായിട്ട് ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്ക് എന്ത് വെക്കുന്നു? നമുക്ക് ഇവിടെ ഒരു പുതിയ ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇത് നൈട്രജൻ, ഇത് O മൈനസ്, ഇത് ഡബിൾ ബോണ്ട് O ആയിട്ട് നിന്ന്. ഇനി അടുത്ത സ്റ്റേജിനകത്ത് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാകാം. ഓക്കെ, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, ഞാനൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഹലോ, റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ആ നൈട്രോ ഗ്രൂപ്പിൻ്റെ പറഞ്ഞ് നിങ്ങളുടെ ബുക്കിനകത്തുള്ളൊരു സ്ട്രക്ചറിനെ കാണിക്കാൻ ഞാൻ വരച്ച തെറ്റല്ല, പക്ഷേ ഒരു സ്റ്റെപ്സ് കൂടുതലാണ് വന്നത്. അത് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ല, നെക്സ്റ്റ് സ്റ്റേജിൽ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇവിടെ നൈട്രോ ഗ്രൂപ്പ്, ബെൻസിനകത്ത് നൈട്രോ ഗ്രൂപ്പ് വരുന്ന ഡബിൾ ബോണ്ടോ O മൈനസ്. ഇപ്പോൾ ഡബിൾ ബോണ്ടിനകത്തുള്ള ഓക്സിജൻ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ ഓൾറെഡി ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ബോണ്ടല്ല ഡിലോക്കലൈസേഷൻ ആണ്. ഇവിടെ ഒരു പുതിയ ഡബിൾ ബോണ്ട് വന്ന്
ഈ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഓക്സിജൻ O- ഇവിടെ ഓൾറെഡി O- ആയിട്ട് N+ ആൻഡ് O- ആയിട്ടാണ് നിൽക്കുന്നത്, ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി എന്ത് ചെയ്യുന്നു, ഈ പ്ലസ് ചാർജിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു, ഈ പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കാർബണിൽ ഒരു പ്ലസ് ചാർജ് എടുത്ത് ബാക്കി സ്ട്രക്ചറൊക്കെ സെയിം. ഈ പ്ലസ് ചാർജ് കിട്ടുന്ന അടുത്ത സ്ട്രക്ചറിനകത്ത് ഈ പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഇരുന്നു. അപ്പോൾ ഒരു റെസൊണൻസ് സ്ട്രക്ചർ കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യുന്നു. അത് ബോണ്ട് ഫോം ചെയ്ത് ഈ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ദെൻ അടുത്ത സ്റ്റേജ് എന്ത് ചെയ്യുന്നു, ഈ പൈ ബോണ്ടിന് ഈ പോസിറ്റീവ് ചാർജ് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഐദർ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ വരാം. അതാണ് ഞാൻ നേരത്തെ വരച്ച സ്ട്രക്ചറിനകത്ത്. അത് ഞാൻ ആദ്യമേ വരച്ചത് കൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. ഇവിടെ നിന്നോ വരാം അല്ലെങ്കിൽ ഇവിടെ നിന്നും വരാം. ഞാനത് ആദ്യമേ കാണിച്ചു നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് അത് തന്നെ തിരിച്ചെടുക്കാം. ആ പൈ ബോണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ ഡബിൾ ബോണ്ടായിട്ട് മാറി. നേരത്തെ ആദ്യത്തെ സെയിം സ്ട്രക്ചർ സ്റ്റാർട്ടിംഗ് സ്ട്രക്ചർ തന്നെ എത്തി. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ സ്ട്രക്ചർ, ഇത് സ്റ്റാർട്ടിംഗ് സ്ട്രക്ചർ. സ്റ്റാർട്ടിംഗ് സ്ട്രക്ചറിനകത്ത് ഇവിടെ നിന്ന് ഈ പൊസിഷനായിരുന്ന ഡബിൾ ബോണ്ട് തിരിച്ച് നമ്മളേക്ക് ഡബിൾ ബോണ്ട് പൊസിഷൻ മാറി, ദാറ്റ് ഈസ് ഡീലോക്കലൈസേഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നൈട്രോ ഗ്രൂപ്പിൽ നിന്ന് ഇലക്ട്രോണിനെ വലിച്ചെടുത്ത് ആരിലേക്ക് വലിച്ചെടുക്കുന്നു, NO2 ഗ്രൂപ്പിനകത്തേക്ക് വലിച്ചെടുക്കുന്നു. ഇനി അതുപോലെ അടുത്തൊരു ഗ്രൂപ്പ് നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ അനിലിൻ, അമിനോ ആസിഡാണ്, അമിനോ ബെൻസീനാണ് അനിലിൻ. അനിലിനകത്ത് നിന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ +R ഗ്രൂപ്പാണ്. അപ്പോൾ എന്താ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്ന റിങ്ങിനകത്തേക്ക് കൊടുക്കുന്നു. ആ റിങ്ങിനകത്തേക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കാർബണിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ഭാഗമായിട്ട് ഇവിടെ പുതിയ ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ നൈട്രജൻ ഒരു പോസിറ്റീവ് ചാർജും കിട്ടുന്നു. ദെൻ പോസിറ്റീവ് അടുത്തെന്ത് ചെയ്യുന്നു, ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്ത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. അടുത്ത സ്ട്രക്ചറിനകത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇതൊക്കെ ഇതിനെയാണ് റെസണേറ്റ് എന്നാണ്. അങ്ങനെ വീണ്ടും പൊസിഷൻസ് ഡീലോക്കലൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, വീണ്ടും റിങ്ങിനകത്തേക്ക് ഡീലോക്കലൈസേഷൻ, അടുത്ത കാർബൺ ബോണ്ടിനകത്തേക്ക് വരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള പൈ ബോണ്ട്, കാരണം ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ബാലൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് തൊട്ടടുത്തുള്ള പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതങ്ങ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കാർബണിൽ നെഗറ്റീവ് ചാർജ് വരുന്നു. ഇവിടെ പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ദെൻ ഈ പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഇതാണ്. ഇതെന്ത് തിരിച്ച് ആദ്യം കൊടുത്തു. അപ്പോൾ നൈട്രജനിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ തിരിച്ച് കിട്ടി. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഡീലോക്കലൈസേഷന് ശേഷം തിരിച്ച് കിട്ടി. അപ്പോൾ ഈ സ്ട്രക്ചറിനകത്ത് എന്താ സംഭവിച്ചാൽ NH2 ഗ്രൂപ്പ് ഇലക്ട്രോൺസിനെ റിങ്ങിനകത്തേക്ക് കൊടുക്കുന്നു. NO2 ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്, ഇലക്ട്രോണിനെ റിങ്ങിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിനെ റിങ്ങിൽ നിന്ന് വലിച്ചെടുക്കുന്ന നൈട്രോ ഗ്രൂപ്പ് -R ഗ്രൂപ്പാണ് ഇലക്ട്രോണിനെ വലിച്ചെടുക്കുന്നു. NH2 ഗ്രൂപ്പ് +R ഗ്രൂപ്പ് അല്ലെങ്കിൽ +M ഗ്രൂപ്പാണ് ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബെൻസീൻ്റെ കേസിനകത്ത് ഓരോ കാർബണിനകത്ത് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ബെൻസീൻ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. അതുകൊണ്ട് അവിടെ ഇലക്ട്രോഫിലിക് റിയാക്ഷനാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇലക്ട്രോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ അഡീഷനോ എന്നുള്ള രീതിയിലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ബെൻസീൻ ഓൾറെഡി ഇലക്ട്രോൺ റിച്ച് ആയാണ്. ആ ഇലക്ട്രോൺ റിച്ചുള്ള ബെൻസീനകത്തേക്ക് നൈട്രോ ഗ്രൂപ്പ് വരുമ്പോൾ നൈട്രോ ഗ്രൂപ്പ് ആ ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോണിനെ നൈട്രോ ഗ്രൂപ്പ് വലിച്ചെടുക്കുന്നു. അപ്പോൾ എന്ത് വെച്ചുന്നു, ബെൻസീനകത്തുള്ള ഇലക്ട്രോൺ റിച്ച്നെസ്, ഇലക്ട്രോണിൻ്റെ അവൈലബിലിറ്റി, ഇലക്ട്രോണിൻ്റെ പെർസെൻറ്റേജ് ആ ഒരു നൈട്രോ ഗ്രൂപ്പ് എടുക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ കുറയുമ്പോൾ എന്ത് വെച്ചാൽ ആ റിങ് ബിക്കം പോസിറ്റീവ്ലി ചാർജ് ആവുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ആ സ്ട്രക്ചർ നോക്കണേ, നൈട്രോ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ നോക്കണേ, ബെൻസീൻ റിങ്ങിനകത്ത് പോസിറ്റീവ് ചാർജ് വന്നു. അപ്പോൾ അതിൻ്റെ നിന്ന് ബെൻസീൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു. ഇനി അവിടെ അമിനോ ഗ്രൂപ്പ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അമിനോ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബെൻസീൻ റിങ്ങിനകത്ത് നെഗറ്റീവ് ചാർജ് കൂടുന്നു. അപ്പോൾ ബെൻസീൻ്റെ ഇലക്ട്രോൺ റിച്ച്നെസ് കൂടുന്നു, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നു. അപ്പോൾ ഈ മൂന്ന് സ്ട്രക്ചർ നമ്മൾ വെച്ച് നോക്കണമെങ്കിൽ വെച്ച് ഈസ് മോർ ഇലക്ട്രോൺ ഡെൻസിറ്റി, അമിനോ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് അനിലീനാണ് മോർ ഇലക്ട്രോൺ ഡെൻസിറ്റി, ദെൻ ബെൻസീൻ, ദെൻ നൈട്രോബെൻസീൻ. അപ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഇൻക്രീസ് ദി ഇലക്ട്രോൺ ഡെൻസിറ്റി അറൗണ്ട് ദി ബെൻസീൻ റിംഗ് which activate the benzene ring for further electrophilic substitution. കാരണം അവിടെ ഇലക്ട്രോൺ റിച്ച്നെസ്, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോഴേക്ക് അവിടേക്ക് ഒരു ഇലക്ട്രോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനുള്ള സാഹചര്യം കൂട്ടിക്കൊടുക്കണേണ്. സോ ഇറ്റ് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫർദർ ആക്ടിവേറ്റ് ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതി. ആക്ടിവേറ്റ് ചെയ്യുക എന്തിനു വേണ്ടി, ഫോർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ബെൻസീൻ റിങ്ങിനകത്തേക്ക് ഇലക്ട്രോഫൈലിന് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഇലക്ട്രോഫൈൽ പോയിട്ട് വേറൊരു ഇലക്ട്രോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് +R അല്ലെങ്കിൽ +M ഗ്രൂപ്പുകൾ ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം
-R അല്ലെങ്കിൽ -M ഗ്രൂപ്പ് ലൈക്ക് നൈട്രോ ഗ്രൂപ്പ്, സൈനോ ഗ്രൂപ്പൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോണിനെ അതിനകത്തേക്ക് വലിച്ചെടുക്കുന്നു. ബെൻസീൻ റിങ്ങിൽ നിന്ന് നൈട്രോ ഗ്രൂപ്പിനകത്തേക്ക് വലിച്ചെടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി, ബെൻസീൻ റിങ്ങിനകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നു. സോ ദിസ് ഗ്രൂപ്പ് ഡീആക്ടിവേറ്റ് ദ ബെൻസീൻ റിംഗ് ഫോർ ഫർദർ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. മീൻസ് അത് പ്രതിരോധിക്കുന്നു. എന്തിനെ പ്രതിരോധിക്കുന്നു? ഫർദർ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് റിയാക്ഷനെ കുറിച്ച് പഠിച്ചായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, അഡീഷൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ടൈപ്പ് കോമ്പൗണ്ടിനാണ് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ആ റിങ്ങിനകത്തേക്ക് വീണ്ടും ഒരു ഇലക്ട്രോഫൈൽ വന്ന് അവിടെയുള്ള ഒരു ഇലക്ട്രോഫൈലിനെ മാറ്റിയിട്ട് പുതിയൊരു ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യണതിന് ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഒബ്ജക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഈ മീസോമെറിക് എഫക്റ്റ് മൂലം ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ കമ്പാരിസൺ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നൈട്രോ വിച്ച് ഈസ് മോർ ഈസിലി അണ്ടർഗോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആൻഡ് വൈ. നൈട്രോ ബെൻസീൻ ആൻഡ് അനിലിൻ, അല്ലെങ്കിൽ നൈട്രോ ബെൻസീൻ ആൻഡ് ബെൻസീൻ, അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡും ബെൻസീനും തന്നിട്ട് വിച്ച് ഈസ് മോർ അണ്ടർഗോ aromatic which is more easily undergo nitration, which is more easily undergo sulfonation, which is more easily undergo halogenation. ഇപ്പോൾ നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലജിനേഷൻ എന്നൊക്കെ പറയുന്നത് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണ് എളുപ്പത്തിൽ തരുന്നത്? ബെൻസീനാണോ, നൈട്രോബെൻസീനാണോ, അനിലീനാണോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകൾ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ സഹായിക്കുന്നു. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ എതിർക്കുന്നു. അപ്പോൾ നമ്മുടെ ബെൻസീനകത്ത് അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പുകൾ അനുസരിച്ചാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ +M+R ഗ്രൂപ്പുകൾ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ സഹായിക്കുമ്പോഴേക്കും -R അല്ലെങ്കിൽ -M ഗ്രൂപ്പുകൾ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ ഒബ്ജക്റ്റ് ചെയ്യുന്നു. ഓക്കെ.